ജോലിക്ക് പോലും പോവാതെ ഈ നാട്ടിലെത്തിയ ഇന്നത്തെ ദിവസം അർജുനായി മാറ്റിവെച്ച ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അത്രമാത്രം ജനങ്ങളായിരുന്നു. കണ്ണാടിക്കിൽ നിന്നുള്ള വിലാപയാത്ര നമ്മൾ കണ്ടതാണ്. എന്തോ ആ വിലാപയാത്ര അക്ഷരാർത്ഥത്തിൽ വിലാപയാത്ര തന്നെയായിരുന്നു. കാരണം ഒരു വലിയ ജനസഞ്ചയം മുഴുവനായി അർജുനായി അണിനിരന്ന് നമ്മൾ കണ്ടു. അർജുനെ ഒരു നോക്ക് കാണാൻ, അർജുനെ കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എത്രമാത്രം ശരിയാകുമെന്ന് അറിയില്ല. കാരണം അർജുൻ ഒരു എല്ലാവരുടെയും മനസ്സിലൊരു രൂപമായി ഇരിക്കുകയാണ്. അങ്ങനെ കാണാൻ ഒന്നുമില്ല. എന്നാൽ പോലും ഓരോ ആളുകളും ചിന്തിക്കുന്നത് ഇവിടെ വന്ന് അർജുന്റെ വീട്ടിൽ വന്ന്, അർജുൻ ഇത്ര കാലം താമസിച്ച വീട്ടിൽ വന്ന് ഒന്ന് കണ്ടുപോവുക എന്നത് മാത്രമേ എല്ലാവരുടെയും മനസ്സിലുള്ളൂ. കാരണം ഇത്ര നാളും അവരൊക്കെ കേട്ട അർജുനാണ്, അവർ വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ട അർജുനാണ്. അർജുനെ കുറിച്ച് അറിഞ്ഞ ദിവസങ്ങളാണ് കഴിഞ്ഞ 72 ദിവസങ്ങളും. ആ 72 ദിവസങ്ങൾ മലയാളിയെ സംബന്ധിച്ച് തന്റെ വീട്ടിലെ ഒരാൾ, അമ്മമാർക്കാണെങ്കിൽ മകൻ, സഹോദരിമാർക്കാണെങ്കിൽ തന്റെ ഒരു ആങ്ങള, ആ തരത്തിലേക്ക് തങ്ങളുടെ വീട്ടിലെ ഒരു പ്രിയപ്പെട്ടവനായി അർജുന മാറാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ ഓരോരുത്തരും അർജുനെ കണ്ട് മടങ്ങുമ്പോൾ, കണ്ണീരണിഞ്ഞ് മടങ്ങുന്നത് കാണുമ്പോൾ അത്രമാത്രം നമുക്ക് തോന്നിപ്പോകും ഇതിന് മാത്രമൊക്കെ ആരായിരുന്നു അർജുൻ എന്ന്. അവർ ഈ കരഞ്ഞു പോകുന്ന ആളുകളൊന്നും ഒരു പക്ഷേ ഇതിനു മുൻപ് അർജുനെ ഒന്ന് ഒരു നോക്ക് കാണുകയോ അർജുൻ ആരാണെന്ന് അറിയുകയോ ചെയ്യാത്ത ആളുകളാണ് എന്നുള്ളതാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയത് എന്തോ. കാരണം അത്രമാത്രം അവർക്കൊക്കെ പ്രിയപ്പെട്ടവനായിരിക്കുന്നു അർജുൻ എന്നുള്ളതാണ്. അവൻ കൂടുതലൊന്നും ചെയ്തിട്ടായിരിക്കില്ല, പക്ഷെ നമ്മളെയൊക്കെ വീട്ടിലെ ഒരാളെ പോലെ ആളുകൾക്ക് തോന്നി എന്നുള്ളതാണ്. കഴിഞ്ഞ 72 ദിവസങ്ങളിൽ മാധ്യമങ്ങളായിക്കോട്ടെ അർജുൻ എന്നുള്ളൊരു വാർത്തയിൽ കൂടുതലായും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അർജുനെ തിരിച്ചെത്തിക്കാൻ നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. അർജുൻ അവസാനമായി അവന്റെ മണ്ണിൽ ഉറങ്ങണം എന്നുള്ളൊരു ദൃഢനിശ്ചയം അർജുന്റെ കുടുംബവും അർജുന്റെ പ്രിയപ്പെട്ടവരും എടുത്തു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ മണ്ണിലേക്ക്, അർജുന്റെ മണ്ണിലേക്ക് അവൻ അന്ത്യയാത്രയ്ക്കായി ഉറങ്ങാനായി എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് കാരണം. കാരണം ഏതൊരു മനുഷ്യനും അവസാനം ഉറങ്ങുന്നത് സ്വന്തം മണ്ണിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് ഉണ്ടാവുക. ആ ആഗ്രഹം അർജുൻ സാധിക്കുമോ എന്നൊരു വലിയ സംശയം നമുക്കൊക്കെ ഉണ്ടായിരുന്നുവല്ലോ. പക്ഷെ ആ ആഗ്രഹം അല്ലെങ്കിൽ അർജുന്റെ ആ ഒരു അവകാശം, ജന്മനാട്ടിൽ സ്വന്തം വീട്ടിൽ അന്തി ഉറങ്ങുക എന്നുള്ള ആ ഒരു അവകാശം സാധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. ആ കുടുംബത്തിനെ സംബന്ധിച്ചും എന്തെങ്കിലും അവർക്ക് ആശ്വസിക്കുമ്പോൾ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സ്വന്തം വീട്ടിൽ അർജുൻ ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം മാത്രമേ ആ കുടുംബത്തിനുമുള്ളൂ. കാരണം ഒരു പിടി ചാരമാവാനാവുകയാണെങ്കിൽ പോലും അത് സ്വന്തം നാട്ടിലാണല്ലോ, സ്വന്തം മണ്ണിലാണല്ലോ എന്ന് ആ കുടുംബത്തിന് ആശ്വസിക്കാം എന്നുള്ളത് മാത്രമാണ് പ്രധാനം. എന്തായാലും ഇപ്പോഴും ഇവിടെ ചടങ്ങുകൾ നടക്കുകയാണ്. കഴിഞ്ഞ 72 ദിവസം നമ്മൾ കാത്തിരുന്നു എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കുമെന്ന്. പക്ഷെ ആ അത്ഭുതമൊന്നും ഉണ്ടായില്ല. എന്തായാലും ഗംഗാവലിയുടെ ആഴങ്ങൾ നമുക്ക് ദുഃഖം മാത്രമാണ് സമ്മാനിച്ചത്. എങ്കിൽ പോലും അർജുനെ ഈ മണ്ണിന് തിരിച്ചു നൽകി എന്നുള്ളൊരു ചെറിയ ഒരാശ്വാസം, തെല്ലൊരാശ്വാസം അവിടെയുണ്ട്. അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും ബാഗും ഒക്കെ നമ്മൾ കണ്ടതാണ് ആ ലോറി ഉയർത്തിയപ്പോൾ. അതിലേറെ നമ്മളെ വേദനിപ്പിച്ചത് അർജുൻ മകന് വാങ്ങിക്കൊടുത്ത ആ ഒരു കളിപ്പാട്ടമാണ്. നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നത് ഇനി സ്വന്തം അച്ഛൻ അത്തരത്തിലൊരു കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കാൻ ആ കുഞ്ഞിന് ഇല്ല എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് വലിയ വേദന. പക്ഷേ എനിക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അർജുന്റെ മകൻ അത് ഇപ്പോൾ മലയാളികളുടെ മകനാണ്, മലയാളികൾ ഏറ്റെടുത്ത മകനാണ്. കാരണം അത്രമാത്രം ഈ കുടുംബത്തെ ഉള്ളവർ സ്നേഹിക്കുന്നുണ്ട്, സാധാരണക്കാർ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അർജുന്റെ ആ കുഞ്ഞിനെയും മലയാളികൾ ചേർത്ത് പിടിക്കുകയാണ്, ഈ നാട്ടുകാർ ചേർത്ത് പിടിക്കുകയാണ്. പക്ഷെ നമ്മളെ ആ നേരെ വേദനിപ്പിച്ച ഒരു ചിത്രമായിരിക്കും ആ കുഞ്ഞു ലോറി എന്നുള്ളത്. അർജുന്റെ ലോറി പൊളിറ്റ് പരിശോധിക്കുന്നതിലാണ് അവസാനമായി ഉപയോഗിച്ച വസ്തുക്കളൊക്കെ നമ്മൾ കണ്ടത്. ആ വസ്തുക്കളുടെ കൂട്ടത്തിലായിരുന്നു കുഞ്ഞ് ലോറി ഉണ്ടായിരുന്നത്. ആ ലോറി ഒന്ന് കണ്ണ് നനയിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. കാരണം തന്റെ മകനെയും തന്റെ മകനെ മാത്രം സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം ബാക്കി വെച്ചായിരുന്നു അർജുൻ പോയതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ കുഞ്ഞു ലോറി ആ കുഞ്ഞിന്റെ കളിപ്പാട്ടത്തിന് ഒരു കേടുപാടും പറ്റിയില്ല എന്നുള്ളതും ഒരു വലിയ അത്ഭുതമായി അവിടെ നിൽക്കുകയാണ്. ആ കുഞ്ഞു കളിപ്പാട്ടം അത്രമാത്രം അർജുൻ സ്നേഹിച്ചിരുന്നു, ഹൃദയത്തോട് ചേർത്ത് വെച്ചിരുന്നു. പക്ഷേ തന്റെ കുടുംബത്തെ, തന്റെ കുഞ്ഞിനെ, തന്റെ ഭാര്യയെ, അമ്മയൊക്കെ മാത്രം സ്നേഹിച്ചിരുന്നു എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമായി ഇവിടെ ബാക്കി നിൽക്കുകയായിരുന്നു.
എന്തായാലും വലിയ വിഷമത്തോടു കൂടിയാണ് ഈ നാട് അർജുന വിട നൽകുന്നത്. എന്തായാലും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അർജുൻ അന്ത്യവിശ്രമത്തിനുള്ള തയ്യാറെടുപ്പിലാണ്, അതിനുള്ള ഒരുക്കത്തിലാണ് എന്ന് വേണമെങ്കിൽ നമ്മളിവിടെ അല്പസമയം മനാഫിനെ കണ്ട് മനാഫിന്റെ പ്രതികരണം തേടിയിരുന്നു. തുടക്കത്തിൽ മനാഫ് അതിന്റെ ലോറി ഉയർന്നു വന്ന സമയത്ത് മനാഫിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അയാൾക്കൊപ്പം കരയാത്ത മലയാളികൾ അന്നുണ്ടാവില്ല. കാരണം അത്രമാത്രം നെഞ്ചു പൊട്ടി കരഞ്ഞ മനാഫിനെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം ഇപ്പോഴും ഇവിടെയുണ്ട്.